Hi everyone, it's me Rahul. Welcome to Chat Talks. So yesterday also we have a good profit day. നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം അത് നമ്മൾ മെമ്പേഴ്സ് ഗ്രൂപ്പിലുള്ളവരെല്ലാവരും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു വി ഹാവ് ടു വെയിറ്റ് അല്ലേ. നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു 26,000 ഒരു ടു 26,240 റേഞ്ച് വരെ. മാർക്കറ്റ് താഴെ വരികയാണെങ്കിൽ നമുക്ക് ബൈ ട്രേഡിൽ പോവാം. മാർക്കറ്റ് അടിപൊളിയായിട്ട് താഴോട്ട് വന്ന് നമ്മൾ ബൈ ട്രേഡിൽ പോയി ഡേ ഹൈയിൽ നമ്മളെല്ലാം എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. അതുവഴി നമുക്ക് വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഇത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ജോയിൻ ദ ടെലഗ്രാം. ഓക്കെ, ആൻഡ് അത് പിന്നെ ലാസ്റ്റ് ആഫ്റ്റർനൂൺ, അതായത് ആഫ്റ്റർ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അത് കണ്ടിട്ട് പിന്നെയും നിഫ്റ്റി പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നെയും നിഫ്റ്റി ചെറിയൊരു പുഷ് ബാക്ക് ചെയ്തിട്ട് ഓപ്പണിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് സൈനാണത്. വേറെ എന്താണ് ഇന്നലെ ടെക്നിക്കലി ചാർട്ടിൽ നടന്നിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പം ആദ്യം ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഒരു ഇതിലോട്ട് പോകാം ചാർട്ടിൻ്റെ. സോ നമുക്ക് ചാർട്ടിലോട്ട് പോകാൻ നേരം. ഓക്കെ, ഹായ് ഓൾ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ എൻട്രി അല്ലേ. ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ എൻട്രി ഉണ്ടായിരുന്നത്. മാർക്കറ്റ് ഏകദേശം ഈ റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് 25,240 ആ റേഞ്ചിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു എൻട്രി പോവാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അതേപോലെ തന്നെ അത് പറഞ്ഞ് ഏകദേശം 2 ക്യാൻഡിലോട് കഴിഞ്ഞപ്പോൾ തന്നെ മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വന്നു. നമ്മുടെ എൻട്രി നമ്മൾ പ്ലേസ് ചെയ്ത് ലിമിറ്റ് ഓർഡർ ചെയ്ത് വെച്ചിരുന്നത് 26,240 ഡേ ഇതിൻ്റെ താഴെ ഡേ ലോക്ക് ഒരു 1000 പോയിൻറ്റ്സ് ഒരു 1 ലോട്ടിൽ ഞാൻ SL വെച്ചിരുന്നു നമ്മുടെ ATMൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണമെന്ന് വന്നില്ല. നേരെ പോയിട്ട് നേരെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക ചെയ്തത്. ഡേ ഹൈ ടാർഗറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ നിഫ്റ്റിയിലെ ബൈ പ്ലാൻ. ഓക്കെ, സോ ഇത് നമുക്ക് ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എൻട്രി ലാസ്റ്റ് ടൈം 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുമ്പം ഞാൻ ഈ ട്രെൻഡ് ലൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു ആംഗുലാർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ബൈ എൻട്രിയിലോട്ട് പോയത്. ബട്ട് ഇപ്പം ഞാൻ കാണുന്നുണ്ട് ഒരു ആംഗുലാർ സപ്പോർട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, സോ മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നു, അതായത് ഇവിടുത്തെ ഒരു ഹാമർ വന്നു. കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നല്ല റിജക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സയൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, ഡോജി വന്നു, പിന്നെ ഒരു മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു, ഒരു ഹാമർ വന്നു, പിന്നെയും ഒരു ഡോജി വന്നു, പിന്നെയും ഒരു ഹാമർ വന്നു, പിന്നെയും ഒരു ഹാമർ വന്നു, പിന്നെ ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ബിയറിഷ് ഹറാമി ക്യാൻഡിലും കൂടെ അവിടെ വന്നു. ഓക്കെ, സോ കൺഫേം ആയി ഇവിടുന്ന് താഴോട്ട് വരുമെന്ന്. അപ്പോൾ ഈ ക്യാൻഡിൽസിനെ കുറിച്ചൊക്കെ നമ്മുടെ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ച് ഇപ്പം December 1 സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ബാച്ചിലോട്ട് അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് അസ് ഫോർ ദ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. റിജക്ഷൻ വന്ന് താഴെ വന്നു. ഓക്കെ, സോ ഈ ഏരിയ വരെ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്കൊരു റിസ്കിൽ ഒരു ട്രേഡ് എടുക്കാം ഓൺ ദ ടോപ്പ് വേണമെങ്കിൽ. ബട്ട് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രേഡിൽ ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു. ഓക്കെ, 1 ട്രേഡ് പെർ ഡേ, അതാണ് എൻ്റെ പോളിസി. ഓക്കെ, സോ ഈ ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പം ഇത് കണ്ടോ, ഇതൊരു ഡോജി ക്യാൻഡിലാണ്. സോ താഴെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് അല്ലേ. ഈ ട്രെൻഡ് ലൈനിൽ വന്ന് ആ പ്രൈസ് ഹിറ്റ് ചെയ്തപ്പം അതൊരു ഡോജി ആയിട്ട് മാറി. കണ്ടോ, ആ ട്രെൻഡ് ലൈൻ്റെ പവറാണത്. ഓക്കെ, സോ അതൊരു സപ്പോർട്ട് അവിടെ ആക്ട് ചെയ്തു. ഡോജി ആയിട്ട് മാറി അവിടെ കൺഫ്യൂഷനായി. പിന്നെ ഡോജിയുടെ മീനിങ് എന്താ? ഇൻഡിസിഷനാണ്. എങ്ങോട്ട് പോകണമെന്ന് മാർക്കറ്റിന് കൺഫ്യൂഷനാവും. ജസ്റ്റ് അപ്പം അടുത്ത ക്യാൻഡിൽ പിന്നെയും സെല്ലർ തന്നെ അവിടെ വിൻ ചെയ്ത് മാർക്കറ്റിനെ അതിൻ്റെ താഴെ കൊണ്ടുവന്നു. അതിന് താഴെ കൊണ്ടുവന്ന് ഉടനെ തന്നെ ബയ്യർ വീണ്ടും ശ്രമിച്ചു മുകളിലോട്ടൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ ഓൾറെഡി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത ആ ഒരു ട്രെൻഡ് ലൈൻ, ആ ഒരു ആംഗുലാർ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ പിന്നെ അവിടെ എന്തായിട്ട് മാറി? അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറി അല്ലേ. റെസിസ്റ്റൻസ് ആയിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെയും ബയ്യർ ഫെയിലായി. സോ നെക്സ്റ്റ് പിന്നെയും ഓൾമോസ്റ്റ് ഒരു ഹാമർ ടൈപ്പ് ക്യാൻഡിൽ, ഒരു ബിയറിഷ് ക്യാൻഡിൽ പിന്നെയും വന്നു. അത് കഴിഞ്ഞിട്ട്
ഒരു ഹെവി സെല്ലിങ് അവിടെ നിന്ന് വന്നു. അതായത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് എന്ന് പറയാം. ഹെവി സെല്ലിങ് അവിടെ നിന്ന് വന്നു. നല്ലൊരു ഹ്യൂജ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. താഴോട്ട് വന്നിട്ട് ഞാൻ ചാർട്ടിൽ നമ്മുടെ ഗ്രൂപ്പിൽ നോക്കിയാൽ അറിയാം, ഈ ലെവൽസ് വരച്ചിട്ടുണ്ട്. ഈ ലെവൽസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അത് താഴോട്ട് വന്നാൽ നമ്മുടെ സപ്പോർട്ടാണത്. അപ്പോൾ മുകളിൽ റെസിസ്റ്റൻസ് ആയിട്ട് അതിൻ്റെ പ്രൈസ് താഴെ വന്നപ്പം തൊട്ട് താഴെ ഒരു 150 റേഞ്ചിൽ സപ്പോർട്ടുണ്ട്. അതായത് പ്രൈസിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്, ബയ്യറിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ. അവിടെ എത്തിയപ്പം ബയ്യർ എന്ത് ചെയ്തു, ആ സെല്ലറിനെ എല്ലാം ബീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഫുള്ളി ബൈയിങ് ക്യാൻഡലായിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുപോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും ബയ്യർ പൊക്കി നമ്മുടെ ഡേ ഓപ്പണിൻ്റെ മുകളിൽ കൊണ്ട്, ലാസ്റ്റ് ഡേയുടെ ഓപ്പൺ മുകളിൽ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. ഒരു 10 പോയിൻറ്റ് ഓപ്പൺ മുകളിലാണ് ക്ലോസ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ എ ബൈയിങ്. ഓക്കെ, ഇതൊരു ബൈയിങ് സൈഡിൽ ഇതൊരു ഗുഡാണ്. അതല്ലാതെ നമ്മളിനി വെറുതെ ഒരു ജസ്റ്റ് നമ്മുടെ ഒരു ഫിബ് എടുത്ത് നമ്മളെപ്പോഴും വരയ്ക്കാറുണ്ടല്ലോ, ഫിബ് എടുത്തിട്ട് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 30 0.3 ആ ഒരു ഏരിയയിൽ നിന്ന് റീട്രേസ് ചെയ്തു. ഓക്കെ, ഫിബിൽ വലിയ കാര്യമൊന്നുമില്ല. ഫിബ് നമുക്കൊരു 20 ഈ ഒരു ഏരിയയിൽ നിന്ന് റീട്രേസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഫിബിൽ അതിൽ ഒന്നും എനിക്ക് കാണുന്നില്ല. ബട്ട് ഈ ഒരു റീട്രേസ്മെൻറ്റ് വന്നത് തന്നെ നമ്മുടെ ഒരു നല്ലൊരു ബൈയിങ് സോണിൽ നിന്നാണ്. പിന്നെ ഈ ഒരു മാർക്കറ്റ് അറിയാലോ, മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈ ഒരു സ്ട്രക്ചറിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സിംഗിൾ ലോ ബ്രേക്ക് ചെയ്യുന്നത് വരെ നമ്മളൊരു ബിയർ സൈഡിലോട്ട് നമ്മൾ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് ട്രേഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ മൊമെൻറ്റം തന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് അവിടെ അവിടുന്ന് ഒരു ഹയർ ലോ ഉണ്ടാക്കിയതായിരിക്കാം. ഓക്കെ, മേ ബി അതും ആയിരിക്കാം. ഓക്കെ, നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ, ഫണ്ടമെൻ്റലി എല്ലാ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, ഒരു റെസിസ്റ്റൻസ് ആയി, ഓൾ ടൈം ഹൈ അടിച്ചു, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നാളത്തെ അനാലിസിലോട്ട് നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ, ഇതെല്ലാം ഞാനെടുത്ത് കളയണേ. ഓക്കെ, സോ നമ്മുടെ മുന്നിൽ നേക്കഡ് ചാർട്ട് വന്നിട്ടുണ്ട്. ഫുള്ളി നേക്കഡാണ് ചാർട്ട്. ഇന്ന് നമുക്ക് ജസ്റ്റ് വീക്കിലി നമുക്ക് ആവശ്യമില്ല. വീക്കിലി ഓൾറെഡി വീക്കിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു. വീക്കിൻ്റെ മുകളിൽ ജസ്റ്റ് മുകളിലാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, എന്നാലും പി ഡി എച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. പി ഡി എച്ചിൻ്റെ തൊട്ട് താഴെയാണ് നേരെ ക്ലോസ് എന്നുള്ള, പി ഡി എച്ചിൻ്റെ മുകളിൽ പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പി ഡി എച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടു. പി ഡി എച്ച് അല്ല, പി ഡി ഡബ്ല്യു, പ്രീവിയസ് വീക്ക് ഹൈ, പി ഡബ്ല്യു ഡി. ഓക്കെ, സോറി, പി ഡബ്ല്യു ഡി നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിന് മുകളിൽ ഇന്നലത്തെ ഡേ ഹൈൻ്റെ മുകളിലാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് വീക്കിൻ്റെ മുകളിലാണ് ഈ വീക്ക് ഇപ്പം ജസ്റ്റ് ഒന്ന് പോയിട്ടുള്ളത്. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ഡെയിലിയിലോട്ട് വന്നു. ഡെയിലിയിലോട്ട് വന്നപ്പോൾ നമുക്ക് 2 റേഞ്ച് ഉണ്ട്. 26,250 ആൻഡ് 26,311. ഓക്കെ, ഇതിൻ്റെ ഹൈ എത്രയാണ്? 310. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ഡേ ലോയും നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. ഇന്നത്തെ ഡേ ലോയും മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, ഡേ ലോ നമുക്കൊരു ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, ഡേ ലോ പ്രീവിയസ് ഡേ ലോ, പി ഡി എൽ. ഓക്കെ, ഇത് പി ഡി എച്ച്. ഇത് ലാസ്റ്റ് പ്രീവിയസ് വീക്ക് ഹൈ ആണ്. ആ ഹൈയുടെ റേഞ്ചാണ് അത് ദിസ് വീക്കിൻ്റെ താഴെയായിട്ടാണ് ഉള്ളത്. സോ പക്ഷേ പ്രൈസ് റേഞ്ചിൻ്റെ താഴെ ആയതുകൊണ്ട് അത് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നത് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ 26,000 ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, 26,000 നമ്മുടെ ഈ ഒരു റേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഈ ബോഡി വെച്ചിട്ട് ഇതൊരു സപ്പോർട്ട് ആക്ട് ചെയ്യും. ഇനി താഴോട്ട് മാർക്കറ്റ് വീഴുകയാണെങ്കിൽ, ബട്ട് ട്രേഡ് ഉണ്ടോ ഇല്ലെന്ന് ഞാനിപ്പം മുന്നോട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടു. ഇനി നമ്മൾ നേരെ 1 അവറിലോട്ട് വരാം. 1 അവറിലോട്ട് വന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. കുഴപ്പമൊന്നുമില്ല, മാർക്കറ്റ് ഓക്കെയാണ്. സ്ട്രക്ചറൊക്കെ ഓക്കെയാണ്. ഇവിടെ വേറെ നമുക്ക് ചാർട്ട് പാറ്റേൺ അങ്ങനെയൊന്നും കാണുന്നില്ല. ഡെയിലി RSI ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി RSI ഡെയിലി ഓക്കെ 60 അബവ് ആണ്. ചെറിയൊരു RSI ഡൈവർജൻസ്, ചെറുതായിട്ടൊരു ഡൈവർജൻസ് ഉണ്ട്. ഓക്കെ, ഒരു ഡൈവർജൻസ് ഇവിടുന്ന് ഈ ഹൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹൈയുടെ താഴെയാണ് ഇപ്പം ഉള്ള RSI നിൽക്കുന്നത്. അപ്പോൾ ചെറിയ ഡൈവർജൻസ് RSIയിൽ കാണുന്നുണ്ട്. ബട്ട്
നമുക്ക് മാർക്കറ്റിൽ നോക്കാം. ഓക്കെ, മാർക്കറ്റിൽ മൊമെൻറ്റം ഇതുകൊണ്ടാണ് ഈ ഒരു മാർക്കറ്റ് RSI മൊമെൻറ്റം മാർക്കറ്റിന് ഒരു തരത്തിൽ പോയാൽ ഈ ഒരു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറവാണ്. കാരണം ഈ ഈ ആക്ച്വലി ഈ ഹൈയുടെ മോളിൽ നിൽക്കണം ഈ ഹൈ. ഓക്കെ, ഇതിന് മുകളിൽ ഇത് നിൽക്കണം ആസ് പെർ റൂൾ. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്ക് നോക്കാം. മാർക്കറ്റിൽ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൻ്റെ ആക്ഷൻ കണ്ടിട്ട് പ്രൈസ് ആക്ഷൻ കണ്ടിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ബട്ട് ഇത് നമ്മുടെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ നമുക്കിതിനകത്ത് വേറൊരു ചാർട്ട് പാറ്റേൺ അങ്ങനെയൊന്നും വേറെ ആയിട്ടൊന്നും കാണുന്നില്ല. ഒരു നത്തിങ്. ഇനി ഈ താഴത്തെ ഈ ലെവലുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഇമ്പോർട്ടൻസ് അല്ല, ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാർക്കറ്റ് ഒന്ന് ബിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നോ പ്രോബ്ലം. സോ നമുക്കിനി നമ്മുടെ ട്രേഡ് എങ്ങനെയാണ് നമുക്കൊരു ബുള്ളിഷ് സൈഡിലോട്ട് ട്രേഡ് വരിക എന്ന് വെച്ചാൽ, നാളെ ഫസ്റ്റ് ഓഫ് ഓൾ നാളെ ഫ്രൈഡേ ആണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഗ്രൂപ്പിലും ടെലഗ്രാമിലും ഉള്ള ആൾക്കാരൊക്കെ ലാസ്റ്റ് ഈ വീക്കിൽ ഇങ്ങനെ പോയാലും, അതായത് കറക്റ്റ് എൻ്റെ ഇത് ഫോളോ ചെയ്തെടുത്തവർക്കൊക്കെ എന്തായാലും പ്രോഫിറ്റ്സ് ആണുള്ളത്. ഓക്കെ, എല്ലാവരും പ്രോഫിറ്റ് ആണുള്ളത്. റെസ്റ്റ് ഇപ്പം ഈ മോളോട്ടും താഴോട്ടും പോകുമ്പോൾ ട്രേഡ് ചെയ്യുന്നത് ചെയ്യുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഓക്കെ, അത് ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് ആണ്. ഇപ്പം അപ്പിൽ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പോൾ ഡൗണിലായിരിക്കും ട്രേഡ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ്സ് ഓക്കെ. പക്ഷെ അപ്പും ഡൗണും എടുക്കാൻ നിങ്ങൾ നിൽക്കരുത്. ഓക്കെ, വൺ സൈഡിലോട്ട് മാത്രം ട്രേഡ് ചെയ്യുക. സോ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ട്രേഡ് ചെയ്യാറില്ല ഫ്രൈഡേ. കാരണം സാറ്റർഡേ സൺഡേ ഒരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു മൊമെൻറ്റം സാധാരണ ഞാൻ കാണാറില്ല ഫ്രൈഡേ. ഇനി അങ്ങനെ നാളെ നല്ലൊരു പ്രൈസ് ആക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് 250ക്ക് മുകളിൽ ഈ ഒരു ക്ലോസിന് മുകളിൽ നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ നോക്കാം ആസ് പെർ പ്രൈസ് ആക്ഷൻ ഒരു ബൈ സൈഡിലോട്ട്. ഈ ഒരു സോണിൽ 26,000 to 144 to 244 ഈ ഒരു 100 പോയിൻറ്റ്സ് ഉണ്ട്. ഈ റേഞ്ചിൽ നാളെ ഞാൻ എന്തായാലും സ്കാൽപ്പ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ നാളെ പോകത്തില്ല. നാളെ അപ്പ് സൈഡിലുള്ള ട്രേഡ് നല്ലൊരു സ്ട്രോങ് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നാളെ അപ്പ് സൈഡിലോട്ട് ട്രേഡ് പോകത്തുള്ളൂ. ട്രെൻഡിന് അഗെയിൻസ്റ്റ് എന്തായാലും ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഓക്കെ, ഡൗൺ സൈഡിലോട്ട് ട്രേഡ് വരണമെങ്കിൽ 26,000 താഴെ ഒരു ക്ലോസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ട്രേഡ് നാളെ തന്നെ ഇത്രയും പോയിൻ്റൊക്കെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മൺഡേ പ്ലാൻ ചെയ്യാം. നാളെ എന്തായാലും നമ്മളെന്തായാലും ഒരു കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കത്തില്ല. എൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഈ ഒരു റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ്സ് ഹോൾഡ് ചെയ്ത് വെക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 2-3 ഡേയ്സ് പ്രോഫിറ്റ്സിലാണ്. അപ്പം ആ ഒരു പ്രോഫിറ്റ് വെള്ളിയാഴ്ച നാളെ കൊണ്ട് കളയാതിരിക്കുക. നാളെ എന്തായാലും മാർക്കറ്റ് കണ്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുക. ഓക്കെ, അതായിരിക്കും എൻ്റെ ഒരു തീരുമാനം അതാണ്. ഞാനും നാളെ മോസ്റ്റ് കൺഫേം ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ള ചാൻസും കുറവാണ്. ഓക്കെ, വാട്ട് എവർ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ജോയിൻ മൈ ടെലഗ്രാം ഗ്രൂപ്പ്. ഓക്കെ, അതിനകത്ത് നമുക്ക് ലൈവ് ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അതിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നമുക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാനും പറ്റും. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാനും എടുക്കാനും എല്ലാം അവിടെ പറ്റും വാട്സപ്പ് ഗ്രൂപ്പിൽ. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.